ഹലോ കൂട്ടുകാരെ, നമുക്ക് ഈസി ആയിട്ടൊരു ഞണ്ട് കറി വെച്ചാലോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പുളി ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുത്ത് ഇതിലൊഴിക്കണം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കണം. ഈ ഞണ്ടിൽ നിന്ന് വെള്ളം വരുന്ന ടൈപ്പ് സീ ഫുഡാണിത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു കപ്പോളം തേങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പച്ചമുളക്, അത് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എരിയാണ്, അല്ലാതെ വേറെ മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കത്തില്ല. അതുകൊണ്ട് എത്ര എരി വേണോ അതനുസരിച്ച് പച്ചമുളക് എടുക്കണം. പിന്നെ കുറച്ച് ജീരകം, ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുന്ന പരുവം എന്ന് വെച്ചാൽ അവിയലും അല്ല തോരത്തിനും അല്ലാത്തൊരു പരുവമാണ്. ഈ കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമ്മൾ ഒരു കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെന്തതിന് ശേഷം, ഇത് പെട്ടെന്ന് വേവും, നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം ഈ അരപ്പൊഴിച്ച് നന്നായിട്ട് ഇളക്കുക. പിന്നെ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഒത്തിരി തിളച്ചങ്ങ് മറിയാൻ പാടില്ല. തിളച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് പോവും, പിന്നെ കൊള്ളത്തേ ഇല്ലത്. ഒരു തിള വരുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ക്രാബ് നന്നായി വെന്തതിന് ശേഷം മാത്രമേ ഈ തേങ്ങയുടെ അരപ്പിടാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി തിള വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് അടച്ച് വെക്കണം. ഇതിനകത്ത് ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. പിന്നെ കറിവേപ്പില ഇടാം, പിന്നെ ടൊമാറ്റോ വേണമെങ്കിൽ ഇടാം, പിന്നെ എന്ത് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതെല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ കൂട്ടുകാരെ.